പാകിസ്ഥാൻ വളരെ അൺസ്റ്റേബിളായിട്ടുള്ളൊരു രാഷ്ട്രമായിരുന്നു അന്നും ഇന്നും എന്നും. സമുദ്രനിരപ്പിൽ നിന്ന് 13,000 മുതൽ 16,000 അടി ഉയരത്തിലുള്ള മലകളുടെ മീതെ പാകിസ്ഥാൻ പട്ടാളം നുഴഞ്ഞുകയറി അവിടെ തമ്പടിച്ച് നമ്മളെ തികച്ചും സർപ്രൈസ് ചെയ്ത ഒരു സംഭവമായിരുന്നു. 1998 മുതൽ അവർ ഇതിനുള്ള തയ്യാറെടുപ്പ് തുടങ്ങി. 98-ൻ്റെ അവസാനത്തോടു കൂടി അവർ ഇന്ത്യയിലേക്കുള്ള നുഴഞ്ഞുകയറ്റത്തെ പറ്റി തീർച്ചയായിട്ടുള്ളൊരു തീരുമാനം എടുത്തു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ടുള്ളൊരു നിർദ്ദേശം കിട്ടുമ്പോൾ അതിനുള്ളൊരു തയ്യാറെടുപ്പുണ്ടായിരുന്നു. എങ്ങനെയായിരുന്നു സാറിൻ്റെ ഒരു ടീമിൻ്റെ ആ ഒരു അവസ്ഥ ആ സമയത്ത്? വൈദ്യുത്, ഇതിന് ഞങ്ങൾക്ക് മൊബിലൈസേഷൻ ഓർഡർ കിട്ടുമ്പോൾ ഒരു ആർട്ടിലറി റെജിമെൻറ്റ് എന്ന് പറയുന്നത് 18 ഗൺസുള്ള ഒരു ഓർഗനൈസേഷനാണ്. ഞങ്ങളുടെ അടുത്ത് അന്ന് 105 ലൈറ്റ് ഫീൽഡ് ഗണ്ണാണ്. അപ്പം ഞങ്ങൾ അന്ന് 4 സ്പ്ലിറ്റ് ആയിരിക്കുമായിരുന്നു. ഒരു ബാറ്ററി, ആ ബാറ്ററിയിൽ അതൊരു ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു യൂണിറ്റായിട്ട് നമ്മൾ ഡിപ്ലോയ് ചെയ്യുന്ന അതിനെയാണ് നമ്മളൊരു ബാറ്ററി എന്ന് പറയുക. അതിനകത്ത് 6 ഗൺസ് ഉണ്ടാവും. ഈ 6 ഗൺ ഉറിയെപ്പറ്റി കേട്ടിട്ടുണ്ടല്ലോ, ഉറി സർജിക്കൽ സ്ട്രൈക്കൊക്കെ അവിടെ ഡിപ്ലോയ് ആയിരുന്നു. അവിടെ നിന്ന് ട്രാൻസ് ലൈൻ ഓഫ് കൺട്രോൾ ഫയറിങ് ഇൻ ടു പാകിസ്ഥാൻ. അപ്പോൾ പാകിസ്ഥാനായിട്ട് എന്നും ഷെല്ലിങ് പരിപാടിയൊക്കെ എന്നും നടന്നുകൊണ്ടിരുന്നത് തന്നെയാണ്. അപ്പോൾ നമ്മുടെ ഒരു ബാറ്ററി അവിടെയാണ്. ആ ബാറ്ററി നമുക്ക് പെട്ടെന്ന് ഇങ്ങോട്ട് പുൾ ഔട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഒരു ബാറ്ററി അവിടെ, അവർ ഏകദേശം 85 കിലോമീറ്റർ ദൂരത്തിലായിരുന്നു ഞങ്ങളുടെ ബേസിൽ നിന്ന്. മറ്റൊരു ബാറ്ററി ഈ പുൽവാമ അറ്റാക്ക് കാണുന്നില്ലേ, അവിടെ റോഡ് ഓപ്പണിംഗ് പെട്രോളിലായിരുന്നു. റോഡ് ഓപ്പണിംഗ് പെട്രോൾ എന്ന് പറയുന്നത് നമ്മുടെ വണ്ടികൾക്കൊക്കെ പോകാനായിട്ട്, കോൺവോയ്ക്ക് പോകാനായിട്ട് ഉള്ള ഒരു സേഫായിട്ടുള്ള ഒരു ലെയിൻ ഒരുക്കുക. കാരണം ഇവർ രാത്രി അവിടെ കൊണ്ടുവന്നിട്ട് ബോംബുകൾ വയ്ക്കും, ഇംപ്രവൈസ് എക്സ്പ്ലോസീവ് ഡിവൈസ് കൊണ്ടുവന്ന് വയ്ക്കും ഈ ടെററിസ്റ്റുകൾ. അപ്പോൾ ഈ വണ്ടികളൊക്കെ പോകുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഈ ബോംബുകളൊക്കെ ക്ലിയർ ചെയ്യണം. അത് മാത്രമല്ല, ഇവിടെ പിക്കറ്റിംഗ് ചെയ്യണം. അങ്ങനത്തെ ആ ഒരു പിക്കറ്റിംഗ് ഫെയിലായ കാരണമാണ് അന്ന് പുൽവാമ ആക്രമണം ഉണ്ടായത്. CRPFൻ്റെ 40 പട്ടാളക്കാർ കൊല്ലപ്പെട്ടത്. റൈറ്റ്. അപ്പോൾ ഒരു ബാറ്ററി അവിടെ ഡിപ്ലോയ് ആയിരുന്നു. ഈ ബാറ്ററി ഡിപ്ലോയ് എന്ന് വെച്ചാൽ ഓരോ പിക്കറ്റിലും 4-5 പേരേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് ഒരു 500 മീറ്റർ 600 മീറ്റർ ദൂരത്തിൽ ഡിപ്പെൻഡിങ് ഓൺ ഡിപ്ലോയബിലിറ്റി. അപ്പോൾ അവിടെ ഇങ്ങനെ ഡിപ്ലോയ് ആയിരുന്നു രണ്ടാമത്തെ ബാറ്ററി. മൂന്നാമത്തെ ബാറ്ററി ട്രാൾ വേലിയിൽ കൗണ്ടർ ടെററിസ്റ്റ് ഓപ്പറേഷനിലാണ്. ഹെഡ് ക്വാർട്ടേഴ്സും, അത് എൻ്റെ റെജിമെൻ്റൽ ഹെഡ് ക്വാർട്ടേഴ്സും ഒരു ഹെഡ് ക്വാർട്ടർ ബാറ്ററി, ബേസിക്കലി അഡ്മിനിസ്ട്രേറ്റീവ് യൂണിറ്റ്സാണ്, സിഗ്നൽസ്, നമ്മുടെ വർക്ക്ഷോപ്പ്, ഇവരൊക്കെയാണ് ഇവിടെ ഉണ്ടാവുക. ഞങ്ങൾ ശ്രീനഗറിൽ നിന്ന് 32 കിലോമീറ്റർ ഷാർഷാലി എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് ഞാൻ വൈദ്യുത്തിനോട് പറഞ്ഞത്, 13-ാം തീയതി ഞങ്ങൾക്ക് ഒരു വാണിംഗ് കിട്ടുന്നത്, നിങ്ങൾ നാളെ രാവിലെ ഇവിടെ നിന്ന് മൂവ് ചെയ്യണം ദ്രാസിലേക്ക്. അപ്പോൾ നമ്മുടെ അടുത്ത് എല്ലാറ്റിലും ലിമിറ്റേഷൻ ഉണ്ടായിരുന്നു, എല്ലാം കുറവായിരുന്നു. ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു റെജിമെൻറ്റിൻ്റെ മൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 18 ഗൺസാണ് ഒരു റെജിമെൻറ്റിൽ. അപ്പോൾ ഈ ഗൺസിനെ മൂവ് ചെയ്യാനായിട്ട് ഫീൽഡ് ആർട്ടിലറി ട്രാക്ടർ എന്ന് പറയുന്ന ഒരു വെഹിക്കിളുണ്ട്. അപ്പോൾ അത് 21 വേണം. 6 ഒരു ബാറ്ററിയെ കൊണ്ടുപോകാനായിട്ട്. അപ്പോൾ 6 ഗൺസിന്, പിന്നെ 1 സ്പെയർ. ഈ 21 ഞങ്ങളുടെ അടുത്ത് നിന്ന് ആകെ 6 ഉള്ളൂ, ബാക്കിയുള്ളതില്ല. ഓക്കെ. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇങ്ങനെ ഒരു ഓർഡർ കിട്ടിയല്ലോ. മിലിറ്ററിയിൽ പിന്നെ ഓർഡർ കിട്ടിയാൽ പിന്നെ നമ്മൾ യു ഡോണ്ട് ലുക്ക് ബാക്ക്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഈ എല്ലാ ബാറ്ററികളെയും ഇവിടേക്ക് ഹെഡ് ക്വാർട്ടേഴ്സിലേക്ക് വിളിക്കണം. പക്ഷേ നമ്മൾക്ക് രാവിലെ 4 മണിക്ക് പുറപ്പെടണം ഇവിടുന്ന്. ഈ 4 മണിക്ക് പുറപ്പെടണമെന്നുണ്ടെങ്കിൽ ഉറിയിൽ ഡിപ്ലോയ് ആയിട്ടുള്ള ബാറ്ററി ഉണ്ടല്ലോ, അവർക്ക് ഇങ്ങോട്ട് വരാൻ പറ്റില്ല. അപ്പോൾ ഉറിയിൽ ഡിപ്ലോയ് ആയിട്ടുള്ള ബാറ്ററിക്ക് എളുപ്പം അവിടെ നിന്ന് നേരിട്ടിട്ട് ദ്രാസിലേക്ക് പോവാണ്. അപ്പോൾ അവർക്ക് ഓർഡർ കൊടുത്തു, നിങ്ങൾ നേരിട്ടിട്ട് ജോജില പാസിൻ്റെ ബേസിൽ ഇങ്ങേ ഭാഗത്ത് ഒരു 6 കിലോമീറ്റർ ദൂരത്ത് അവിടെ ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്യുക. ബാക്കിയുള്ള ബാറ്ററികളോട് പറഞ്ഞു, നിങ്ങൾ ശ്രീനഗറിൽ ഷാർഷാലിലേക്ക് വരാം. അങ്ങനെ അവർ അവിടെ എത്തി. അപ്പോൾ നമ്മൾ ഇതിൽ ഒരു വിധത്തിലുള്ള ഒരു വാർണിങ്ങും ഇല്ല, നോട്ടീസും ഒന്നുമില്ല. പക്ഷേ ഒരു കാര്യം ഞാൻ സത്യം പറയണേ, ആക്ച്വലി എനിക്ക് ഇങ്ങനെയൊരു എപ്പോഴും ഒരു തോന്നലുണ്ടായിരുന്നു, എന്നെങ്കിലും ബൈ ചാൻസ് ഇങ്ങനെ ഒരു മൊബിലൈസേഷൻ ഓർഡർ വന്നാൽ നമ്മളെന്ത് ചെയ്യും? അപ്പോൾ നമ്മൾ ഇതുമാതിരി കൗണ്ടർ ഇൻസർജൻസി ഓപ്പറേഷൻസിൽ ഡിപ്ലോയ് ചെയ്താലായിട്ട് നമ്മുടെ കൺവെൻഷണൽ ട്രെയിനിങ് ഉണ്ടല്ലോ, ഇതൊന്നും ചെയ്യാൻ നമ്മുടെ അടുത്ത് സമയമില്ല.
കൺവെൻഷൻ ട്രെയിനിങ് എന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഗൺസ് അതെങ്ങനെ ആ ഗൺസ് ഫയർ ചെയ്യണം, അതെങ്ങനെ ലേ ചെയ്യണം, ഇതിനുള്ള ട്രെയിനിങ്ങും ചെയ്യാനായിട്ട് യാതൊരു ചാൻസും ഇല്ല. കാരണം ഈ റോഡ് ഓപ്പണിംഗ് പെട്രോളായിട്ടുള്ള ജവാന്മാർ അല്ലെങ്കിൽ സെർച്ച് ആൻഡ് ഡിസ്ട്രോയ് ഓപ്പറേഷനിൽ ഇൻവോൾവ് ആയിട്ടുള്ള കൗണ്ടർ ടെററിസ്റ്റ് ഓപ്പറേഷനിൽ അവർക്ക് ഇവിടെ ട്രെയിനിങ് കിട്ടാൻ സമയം. അപ്പോൾ ഞാൻ അവിടെ ചെന്ന് ഒരു 3 മാസം കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ചിലപ്പോൾ ഇങ്ങനൊരു ചാൻസ് കിട്ടിയാലോ. ഏതൊരു ആർമി ഓഫീസറും ഒരു സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സംഗതിയാണ് ഒരു യുദ്ധത്തിലൊരു ചാൻസ് കിട്ടുകയെന്ന്. അപ്പോൾ എൻ്റെ മനസ്സിങ്ങനെ പറയുന്നു, എന്തെങ്കിലും ഒരു ചാൻസ് കിട്ടിയാൽ നമ്മൾ എന്ത് ചെയ്യണം. അപ്പോൾ നമ്മൾ ഉള്ള സമയം കൊണ്ട് ജവാന്മാരെയൊക്കെ അവിടെ നിന്ന് കുറച്ച് പേരെ വിളിച്ച് ഇവിടെ ട്രെയിനിങ്ങൊക്കെ ചെയ്തുകൊണ്ടിരിക്കണം. അങ്ങനെ ട്രെയിനിങ് ചെയ്തു. രാത്രിയായിരുന്നു ട്രെയിനിങ് മുഴുവനും. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഇന്നലെയും മക്കളും അവിടെ വന്നിട്ടുണ്ടായിരുന്നു. ഇന്നലെയും മക്കളും വന്നത് ഇവരുടെ സമ്മർ ഇതിൽ. അപ്പോൾ മെയ് മാസത്തിലാണ് ഇവർ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോഴും ട്രെയിനിങ് നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ രാത്രി 8 മണി മുതൽ 12:30 മണി വരെയാണ് ട്രെയിനിങ്. ഈ 12:30 മണി വരെയുള്ള ഈ ട്രെയിനിങ് നടക്കുന്ന സമയത്ത് മക്കൾ ഉറങ്ങും, കുട്ടികളല്ലേ. ഇയാൾ പോയിട്ട് റെജിമെൻറ്റിൽ കമാൻഡ് പോസ്റ്റിലിരിക്കും. ഇയാളെ അവിടെ ഇരുത്തിയിട്ട് ഞാൻ എല്ലാ ഗണ്ണിൻ്റെയും മീതെയും ഈ കമാൻഡ് പോസ്റ്റിലൊക്കെ ഇങ്ങനെ നടന്നിട്ട് ഇങ്ങനെ അവരെങ്ങനെ ഗൈഡ് ചെയ്യുക, ഇങ്ങനെയുള്ള ഒരു ട്രെയിനിങ് ഇതായിരുന്നു നടന്നുകൊണ്ടിരുന്നത്. അപ്പോൾ തികച്ചും അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു സമയത്ത് ഏറ്റവും ലിമിറ്റഡ് ആയുള്ള ഒരു ഇതാണ് ഞങ്ങൾ മൊബിലൈസ് ചെയ്ത്. അപ്പോൾ മൊബിലൈസ് ചെയ്യാനായിട്ടുള്ള എക്യുപ്മെൻറ്റും പരിപാടിയൊന്നുമില്ല. ഞാൻ ഹെഡ് ക്വാർട്ടേഴ്സിലേക്ക് വിളിച്ചപ്പോൾ അവർ പറഞ്ഞു ഞങ്ങളിപ്പോൾ ഇവിടെ നിന്ന് അതൊക്കെ തരും നിനക്ക് പെട്ടെന്ന്. അപ്പോൾ ആദ്യം ഇതൊക്കെ ഇവർക്കൊക്കെ അറിയുന്നതാണ് ഇങ്ങനെ ഷോർട്ടേജസ് ഉണ്ടെന്ന്. പക്ഷേ ഇവരുടെ മീതെ പ്രഷർ വന്നപ്പോൾ അപ്പോൾ വായിച്ചു കുറേ മെനക്കെണ്ടായി വന്നു. പല ഓഫീസേഴ്സിൻ്റെ വിളിക്കേണ്ടെന്ന് ഒരുപാട്, അതൊക്കെ ഒന്നും ഞാൻ പറയുന്നില്ല. അപ്പോൾ അത്രയും മെനക്കെട്ട് അത്ര ബുദ്ധിമുട്ടിയിട്ടാണ് നമ്മൾ ആക്ച്വലി മൊബിലൈസ് ആയത്. അപ്പോൾ മൊബിലൈസ് ആയിരുന്ന രസം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്നോട് കമാൻഡർ പറഞ്ഞു, പാർട്ടി ബ്രിഗേഡിലെ കമാൻഡർ പറഞ്ഞു, നീ 14-ാം തീയതി ആണല്ലോ മൂവ് ചെയ്യേണ്ടത്. 14-ാം തീയതി രാവിലെ 4 മണിക്ക് എന്നെ വന്നിട്ട് എൻ്റെ വീട്ടിൽ വന്ന് കാണണം ശ്രീനഗറിൽ. ഞങ്ങൾ 32 കിലോമീറ്റർ ദൂരത്താണ്. റെജിമെൻറ്റ് മൂവ് ആയിക്കോട്ടെ. ഞാൻ ഇദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് ചെന്നു. അപ്പോൾ പ്രോപ്പർ മാപ്പും സാധനങ്ങളൊക്കെ ആയിട്ട് ചെന്നു. അവിടെ ചെന്നപ്പോൾ ഇദ്ദേഹത്തിന് എന്നോടൊന്നും പറയാനില്ല, ഒരു ബ്രീഫിങ്ങും ഇല്ല. അദ്ദേഹം എന്നോട് പറഞ്ഞു നേരിട്ട് പോയിട്ട് ദ്രാസിൽ പോയിട്ട് അവിടെ കമാൻഡോ 121 ഇൻഫൻട്രി ബ്രിഗേഡ് ഉണ്ടാകും, അദ്ദേഹത്തെ കാണും, ടാസ്ക് അയാൾ തരുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഇദ്ദേഹത്തോട് ചോദിച്ചു, സാർ ഞങ്ങൾ എത്ര ദിവസമാണ് അവിടെ പോകേണ്ടത്? അത് ഇദ്ദേഹത്തിന് അറിയില്ല. എത്ര അമ്യൂണേഷൻ കൊണ്ടുപോകണം, ഉള്ള അമ്യൂണേഷൻ മുഴുവൻ കൊണ്ടുപോയിക്കോ. ചുരുക്കി പറഞ്ഞാൽ യാതൊരു പ്രൊഫഷണൽ ബ്രീഫിംഗ് ഒന്നുമില്ലായിരുന്നു. അങ്ങനെ എന്തായാലും ശരി, ഞങ്ങൾ അവിടെ നിന്ന് ഞാൻ നേരിട്ട് പോയിട്ട് ഈ 121 ഇൻഫൻട്രി ബ്രിഗേഡ് കമാൻഡറുടെ അടുത്തേക്ക് പോയിട്ട് അവിടെ പോയിട്ട് റിപ്പോർട്ട് ചെയ്തു. റെജിമെൻറ്റ് എന്നോട് ഞാൻ പറഞ്ഞു, ജോജില പാസിൻ്റെ ഇങ്ങേ ഭാഗത്ത് നിങ്ങളവിടെ വന്നിട്ട് ഒന്ന് ക്യാമ്പ് ചെയ്യും, ഞാൻ തിരിച്ചു വന്നിട്ട് നിങ്ങളെ കൊണ്ടുപോകാം എന്ന് പറഞ്ഞു. അപ്പോൾ പോകുന്ന വഴിക്ക് ഗൺസിനെ എവിടെ ഡിപ്ലോയ് ചെയ്യുക എന്നുള്ളത് നോക്കണമല്ലോ. 18 ഗൺസിനെ ഡിപ്ലോയ് ചെയ്യണം വൈജത്ത്. അപ്പോൾ ഒരു റെജിമെൻറ്റിനെ ഡിപ്ലോയ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ടീച്ചിങ് പ്രകാരം 1 കിലോമീറ്റർ ബൈ 1 കിലോമീറ്റർ വേണം. അതായത് 1 സ്ക്വയർ കിലോമീറ്റർ ഏരിയ വേണം. ഈ എൻറ്റയർ സ്ട്രെച്ചിൽ ഒരുത്തിൽ പോലും 150 സ്ക്വയർ മീറ്റർ ബൈ 150 സ്ക്വയർ മീറ്റർ കിട്ടാനില്ല. ഉള്ള സ്ഥലത്തും ഇതിങ്ങനെയാണ്, ചിലയിടത്ത് ഇങ്ങനെ. അപ്പോൾ ഇതിനകത്ത് വേണം ഡിപ്ലോയ് ചെയ്യാനായിട്ട്. അപ്പോൾ ഡിപ്ലോയ് ചെയ്യുമ്പോൾ അപ്പോൾ 150 സ്ക്വയർ മീറ്ററിൻ്റെ ഉള്ളിൽ ഡിപ്ലോയ് ചെയ്യുമ്പോൾ ഗൺസ് മുഴുവനും വീൽ ടു വീൽ എന്ന് പറയും നമ്മൾ. ഒന്നിൻ്റെ പുറകെ ഒന്ന് കൊണ്ടുപോയിട്ട് ഡിപ്ലോയ് ചെയ്യണം. അത് കഴിഞ്ഞാൽ പിന്നെ അവിടെ വലിയൊരു പെട്ടെന്ന് ഒരു ഫോൾ അല്ലെങ്കിൽ ഒരു ഹൈറ്റ് ഇതുണ്ടാവും. അപ്പോൾ പിന്നെ അവിടുന്ന് പിന്നെ കുറച്ച് ദൂരത്ത് കൊണ്ടുപോയിട്ട് മാറി ഡിപ്ലോയ് ചെയ്യണം. അപ്പോൾ ഡിപ്ലോയബിലിറ്റി ഏരിയ ഒന്നും തന്നെ ഇല്ല. അപ്പോൾ ഇതൊക്കെ നോക്കിയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെ ഞാൻ 121 ഇൻഫൻട്രി ബ്രിഗേഡ് കമാൻഡറുടെ അടുത്ത് ചെന്നു. അപ്പോൾ ബ്രിഗേഡിയർ സുരേന്ദർ സിംഗ് ആയിരുന്നു, വളരെ ചർച്ച ചെയ്യപ്പെട്ട ഒരു ഓഫീസറാണ്. അദ്ദേഹത്തിൻ്റെ അടുത്ത് ഞാൻ പോയിട്ട് റിപ്പോർട്ട് ചെയ്തു. അവിടെ പോയിട്ട് റിപ്പോർട്ട് ചെയ്തപ്പോൾ ഇയാൾക്ക് യാതൊരു വിവരമില്ല, വായിച്ചത് ഒന്നും അറിയില്ല ഇയാൾക്ക്. അപ്പോൾ ഞാൻ ഇയാളോട് ചോദിച്ചു, സർ എന്താ ടാക്ടിക്കൽ സിറ്റുവേഷൻ, എന്താ നടന്നുകൊണ്ടിരിക്കുന്നത്? ഇയാൾക്കൊന്നും അറിയില്ല. എവിടെയാണ് എനിമി ഇൻട്രൂഡേഴ്സ് ഉള്ളത്, അതും നമുക്കറിയില്ല. ഇൻട്രൂഡേഴ്സ് ഉണ്ടോ ഇല്ലെന്ന് ഉള്ളതുപോലെ അറിയില്ല വായിച്ചു. അപ്പോൾ എന്താ ഇയാൾക്കൊന്നും അറിയില്ല. ഞാൻ ചോദിച്ചു, എൻ്റെ ഗുരുവായൂരപ്പം ഞാൻ എവിടെ വന്ന് പോയിട്ട് ഒരു കമാൻഡറോട് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു ഇയാൾ പറഞ്ഞു തരും. ഇയാളോട് ചോദിച്ചപ്പോൾ ഇയാൾ പറഞ്ഞു ഇയാൾക്കൊന്നും അറിയില്ലെന്ന്. എന്നോട് ചോദിച്ചു ഗൺസ് എത്തിയോ? ഞാൻ പറഞ്ഞു ഗൺസ് സർ ഇപ്പോൾ ഇന്നിപ്പോൾ ഞാൻ പോയിട്ട് വേണം ഗൺസിനെ കൊണ്ടുവരാൻ. ഗൺസ് അവിടെ കൊണ്ടുപോയിട്ട് അപ്പോൾ എന്താ അങ്ങനെ? ഞാൻ പറഞ്ഞു സർ ഡിപ്ലോയ് ചെയ്യേണ്ട ഏരിയ കണ്ടുപിടിക്കണ്ടേ, മലയാണത്. അപ്പോൾ എന്നോട് പറഞ്ഞു ഗൺസ് വന്നാൽ ഉടനെ തന്നെ ഫയർ ചെയ്തോളാൻ പറഞ്ഞു. ഭാഗ്യത്തിന് എൻ്റെ ഒപ്പം സ്കൂൾ ഓഫ് ആർട്ടിലറിലുണ്ടായിരുന്ന ഒരു ഇൻസ്ട്രക്ടർ ഉണ്ടായിരുന്നു അവിടെ. അപ്പോൾ അഭയ് ഗുപ്ത, കേണൽ അഭയ് ഗുപ്ത എൻ്റെ ജൂനിയറാണ് ഒരു വർഷം. അപ്പോൾ അഭയ് ഗുപ്ത അവിടെ വെച്ച് കണ്ടു. അപ്പോൾ അഭയ് ഗുപ്തയോട് ചോദിച്ചു, അഭയ് വല്ല ഒരു അറിയോ? അപ്പോൾ ഇവൻ പറഞ്ഞു സർ കുറച്ചൊരു ഇൻട്രൂഡേഴ്സ് ഉണ്ടെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്,
പക്ഷെ ശരിയായിട്ടുള്ള വിവരങ്ങളൊന്നും അറിയില്ല. അപ്പം ഞാൻ പറഞ്ഞിടാ പിന്നെ നമ്മൾ എന്ത് ചെയ്യുക, ഞാൻ എന്ത് ചെയ്യും, നീ എന്തെങ്കിലും ഒന്ന് പറഞ്ഞ് ഇവനോട് പറയണേ. അത് ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് പറയണേ വാജു, ഒന്ന് ആലോചിച്ച് നോക്കുക ആ സിറ്റുവേഷൻ. അപ്പോൾ ഇവൻ എന്നോട് പറഞ്ഞു, സാർ അതൊരു കമാൻഡ് ഡിസിഷൻ സാറിന് എടുക്കണം. ഇത്രയും പറയുമ്പോഴത്തേനും അവിടെ ഒരു ബോംബ് വന്നു വേണം, അവിടെ ഒരു ബോംബ് വന്നു വേണം. അതോട് കൂടിയിട്ട് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയി. അവിടെ ഒരു ബോംബ് വന്നു വേണം, പക്ഷേ ഭാഗ്യത്തിന് ഞങ്ങളൊന്നും ഉണ്ടല്ലേ. അങ്ങനെ പിന്നെ ഞാൻ അവിടെ നിന്ന് തിരിച്ചു വരികയാണ്. തിരിച്ചു വന്ന് ഇവിടെ ഗൺ പൊസിഷനിൽ വരുമ്പോൾ അപ്പോൾ ഒരു ഫീൽഡ് റെജിമെൻറ്റിൻ്റെ അല്ലെങ്കിൽ ഇൻഫൻട്രി ബറ്റാലിയൻ്റെ CEO എന്ന് വെച്ചാൽ അദ്ദേഹം സർവസ്വമാണ്. അദ്ദേഹം പറഞ്ഞ ജവാന്മാർ മരിക്കും, എന്ത് വേണമെങ്കിലും ചെയ്യും. അപ്പോൾ ഇവരൊക്കെ കാത്തിരിക്കുകയാണ്. ഇപ്പോൾ CEO ഇപ്പോൾ വരും, ഓർഡേഴ്സായിട്ട് വരും. CEO എന്ത് ഓർഡർ കൊടുക്കുക, CEOയുടെ അടുത്ത് ഓർഡറൊന്നുമില്ല. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ റെജിമെൻറ്റ് അവർ ജോജില പാസിൻ്റെ ഇങ്ങേ ഭാഗത്ത് ഒരു 5 കിലോമീറ്റർ ദൂരത്തുനിന്ന് ഡിപ്ലോയ് ചെയ്തു. ഞാൻ ബ്രിഗേഡ് കമാൻഡറിനായിട്ടുള്ള പിന്നെ കോൺവെർസേഷനൊക്കെ കഴിഞ്ഞതിന് ശേഷം ഗൺ പൊസിഷനിലേക്ക് തിരിച്ചു വന്നു. വരുന്ന വഴിക്ക് വീണ്ടും ഈ ഗൺ ഏരിയാസ് എവിടെയൊക്കെയാണ് അവൈലബിൾ ഉള്ളത് അതൊക്കെ നോക്കി. അങ്ങനെ ഇവിടുന്ന് ഗൺസിനെ കൊണ്ടുപോയിട്ട് ഞങ്ങൾ കിലോമീറ്റർ 142 എന്ന് പറയുന്ന ആ ഭാഗത്താണ് നമുക്കൊരു ഡിപ്ലോയ്മെൻറ്റ് ഏരിയ കിട്ടുന്നത്. ആ ഡിപ്ലോയ്മെൻറ്റ് ഏരിയ എന്ന് പറയുന്നത് 175 മീറ്റർ ലെങ്ത് ആൻഡ് അറൗണ്ട് 80 മീറ്റേഴ്സ് ഡെപ്ത്, അത്രയേ ഉള്ളൂ. അപ്പോൾ എന്നുവെച്ചാൽ ഇങ്ങനെ 175 മീറ്റർ പിന്നെ 80 മീറ്റേഴ്സാണ് ഡെപ്ത്. അത് കഴിഞ്ഞാൽ പിന്നെ ദ്രാസ് റിവർ അതിൽ പോവുകയാണ്. അത്ര ഏരിയയിലാണ് ഈ ഡിപ്ലോയബിലിറ്റി. അതിൻ്റെ ഇടയ്ക്ക് ഒരു ചെറിയൊരു കുന്നുമാരിയുണ്ട്. അപ്പോൾ ഒരു 7 ഗൺസ് വീൽ ടു വീലായിട്ട് ഇങ്ങനെ കൊണ്ടുവന്ന് ഡിപ്ലോയ് ചെയ്തു. അപ്പോൾ എൻ്റെ മിഡ്മിഡിക്കനായിട്ടുള്ള എൻ്റെ സെക്കൻഡ് ഇൻ കമാൻഡ് ഉണ്ടായിരുന്നു, മേജർ CB ദ്വിവേദി. പിന്നീട് ഈ ഗോട്ട് മാർട്ടേഡ് മരിച്ചല്ലേ യുദ്ധത്തിൽ, ഞാൻ നേരത്തെ പറഞ്ഞു. അപ്പോൾ ദ്വിവേദി നല്ല മിടുക്കനായിട്ടുള്ള ഒരു 8 വയസ്സായിരുന്നു. അപ്പോൾ ബാക്കിയുള്ള എല്ലാ ഗൺസിനെയും കൂടെ നമ്മൾ ഡിപ്ലോയ് ചെയ്തു. ഇനി അപ്പോൾ ഇദ്ദേഹം പറഞ്ഞിട്ട് ഫയറിങ് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ എനിക്ക് കോർ ഹെഡ് ക്വാർട്ടറിലേക്ക് എൻ്റെ കമാൻഡർ ആർട്ടിലറി ഉണ്ടല്ലോ, അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യാൻ ഒരു മാർഗ്ഗമില്ല. കാരണം ഇവിടുന്ന് നമുക്ക് കമ്മ്യൂണിക്കേഷൻ ഒന്നുമില്ല. റേഡിയോ സെറ്റൊന്നും ഇവിടുന്ന് അത്ര റേഞ്ചുള്ള റേഡിയോ സെറ്റ്സ് ഒന്നുമില്ല. പിന്നെ ഒരു റേഡിയോ റിലേ RR എന്ന് പറയും, അതുള്ളത് ഈ നേരത്തെ പോയിട്ട് ഞാൻ പറഞ്ഞില്ലേ 1-to-1 ബ്രിഗേഡ്, അവിടെ നിന്ന് വേണം ഇടയ്ക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ അവിടേക്ക് പോകാനായിട്ട് ഒരു മാർഗ്ഗമില്ല. കാരണം ഇവരെ ഇടയ്ക്കിടയ്ക്ക് ഷെല്ലിങ് വരുന്നുണ്ട്. അപ്പോൾ പിന്നെ ഒരു തീരുമാനം എടുക്കണം. ആ തീരുമാനം ഞാൻ തന്നെ എടുക്കണം. ഇനി ഫയറിങ് ചെയ്യണോ വേണ്ടേ, ഫർദർ ഓർഡേഴ്സിന് കാത്തിരിക്കണമെന്ന്. അപ്പോൾ ഞാൻ രണ്ടും കൽപ്പിച്ച ഒരു തീരുമാനം എടുത്തു, എന്തായാലും നമുക്ക് ഫയർ ചെയ്യാം. അങ്ങനെ അന്ന്, അതായത് 15-ാം തീയതി വൈകുന്നേരം 5:20-നാണ് നമ്മൾ ഫസ്റ്റ് റൗണ്ട് ഫയർ ചെയ്തത്. ഫസ്റ്റ് റൗണ്ട് നമ്മൾ അപ്പോൾ അവിടെ കണ്ട ഏറ്റവും വലിയ മല ടൈഗർ ഹില്ലായിരുന്നു. അപ്പോൾ ടാർഗറ്റ് എന്താണ്, അവിടെ ആരെങ്കിലും ഉണ്ടോ ഇല്ലേ, ഇതൊന്നും അറിയില്ല. വായിച്ചത് നമുക്കൊരു ഐഡിയ ഇല്ല. അപ്പോൾ അവിടെ എത്ര പേരുണ്ട്, എന്തിനാ അവർ വന്നിട്ടുള്ളത്, ഒരു ഐഡിയ ഇല്ല. എന്തായാലും ഒരു റൗണ്ട് അവിടേക്ക് ഫയർ ചെയ്തു. അടുത്ത റൗണ്ട് നമ്മൾ ഫയർ ചെയ്തത് ഈ ടോലോലിംഗ് എന്ന് പറയുന്ന ഫീച്ചറാണ്. ഈ ഫീച്ചർ എല്ലാം ഇവിടുന്ന് കാണാം, നമ്മുടെ ഗൺ പൊസിഷനിൽ നിന്ന് കാണാം. അത് കഴിഞ്ഞ് തന്നെ പിന്നെ അതിൻ്റെ അടുത്ത ഫീച്ചർ .4875, അതിൻ്റെ മീതേക്ക് ഫയർ ചെയ്തു. ഈ .4875 ആണ് പിന്നീട് ആദ്യം അതിനെ ഗൺഹിൽ എന്ന് പറഞ്ഞു, അതിൻ്റെ കഥ ഞാൻ പറഞ്ഞുതരാം. പിന്നീട് ഇന്ന് അതിനെ ഈ ബത്ര ടോപ്പ് എന്ന് പറയുന്ന ഈ 3 ഫീച്ചറിൻ്റെ മീതേക്ക് നമ്മൾ ഫയർ ചെയ്തു. അപ്പോൾ ആദ്യം ടൈഗർ ഹില്ലിൻ്റെ മീതേക്ക് ഒരു റൗണ്ട് ഫയർ ചെയ്തു, ടോളിങ്ങിൻ്റെ മീതേക്ക് 6 റൗണ്ട് ഫയർ ചെയ്തു, .4875-ൻ്റെ മീതേക്ക് 18 ഗണ്ണും ഫയർ ചെയ്തു. അപ്പോൾ ഇത് എന്താ പറയുക, അതൊരു റഫ് അസസ്മെൻ്റ് ആയിരുന്നു. പക്ഷെ പിന്നീട് നമുക്ക് മനസ്സിലായി നമ്മൾ ചെയ്തത് ഏറ്റവും ശരിയാണെന്ന്. കാരണം ടൈഗർ ഹിൽ ഒരു ചെറിയ ടാർഗറ്റാണ്, ടോളിംഗ് അതിനേക്കാളും വലിയ ടാർഗറ്റാണ്. .4875-ൻ്റെ മീതെ 18 ഗണ്ണ് ഫയർ ചെയ്തില്ലെങ്കിൽ നമ്മളൊന്നും അറിയില്ല. അപ്പോൾ അത് നമ്മളൊരു ഗസ് അടിച്ചതാണ്. അപ്പോൾ ഈ ഫീച്ചേഴ്സ് കണ്ടപ്പോൾ .4875 ഹ്യൂജ് ഫീച്ചർ, അതിൻ്റെ മീതേക്ക് ഇങ്ങനെ ഫയർ ചെയ്തു. വായിച്ചെത്തി ഫയറിങ് കഴിഞ്ഞ് ഒരു 3 മിനിറ്റ് ആകുമ്പോഴത്തേനും അവർ പാകിസ്ഥാനികൾ കാത്തിരിക്കുകയായിരുന്നു. അവർ നമ്മളെ ഈ മത്സ്യത്തിനെ പിടിക്കാനായിട്ട് കടലിൽ വഞ്ചികൾ കാത്തിരിക്കുമല്ലോ, വലട്ടിട്ട് ഇരിക്കുകയാണ്. അതേമാതിരി തയ്യാറായിരിക്കുന്നു. അവർ ഫയർ ചെയ്തു തുടർച്ചയായിട്ട് നമ്മുടെ ഗൺ പൊസിഷൻ്റെ മീതേക്ക്. പക്ഷേ ഗൺ പൊസിഷൻ്റെ തൊട്ട മുന്നിലൊരു റിഡ്ജ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് നോക്കിയിട്ടാണ് നമ്മൾ ഡിപ്ലോയ് ചെയ്തത്. അപ്പോൾ ഇവരുടെ ഫയർ ചെയ്ത കംപ്ലീറ്റ് റൗണ്ട്സ് മുഴുവനും ഈ മലയുടെ മീതെ വന്നിട്ട് അടിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ആദ്യത്തെ ആ കംപ്ലീറ്റ് ഗൺസ് ഫയർ ചെയ്തല്ലോ, 18 ഗണ്ണ് ഒരുമിച്ച് ഫയർ ചെയ്ത്. അത് കഴിഞ്ഞ ഉടനെ തന്നെ ഞാൻ ഇവരോട് പറഞ്ഞു, ജവാന്മാരോട് എല്ലാവരും ആദ്യം തന്നെ ബ്രീഫ് ചെയ്യുന്നുണ്ടായിരുന്നു, എല്ലാവരോടും ഫയർ ചെയ്ത് കഴിഞ്ഞ ഉടനെ തന്നെ മലയുടെ മീതെ വന്ന് കമഴ്ന്ന് കിടന്നോണം ഒരു 3 മിനിറ്റ് നേരം. ഞാൻ പറഞ്ഞ എൻ്റെ ഓർഡർ കിട്ടിയതിന് ശേഷം എഴുന്നേൽക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞു. ഇവർ ആ ഫയറിങ് തുടങ്ങി അവിടുന്ന്. അവരൊരു 5-6 മിനിറ്റ് നേരം ഫയർ ചെയ്തു.
6 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം അവരുടെ ഫയർ നിർത്തി. പിന്നെ വൈജത്ത് നമ്മൾ അടുത്ത ഒരു 30 മിനിറ്റ് നേരം ഈ 3 ഫീച്ചറിൻ്റെ മീതെയും. അപ്പോൾ ഗൺസാണ് നമ്മുടെ മീതേക്ക് ഫയർ ചെയ്തില്ല, പക്ഷേ ഗൺസ് എവിടെയാണെന്ന് അറിയാനായിട്ട് നമുക്ക് യാതൊരു മാർഗ്ഗവുമില്ല. നമ്മുടെ അടുത്ത് ഗൺ ലൊക്കേറ്റിംഗ് റഡാർസ് ഒന്നുമില്ല. ഈ NTPQ-37 എന്ന് പറയുന്ന ആ റഡാർ പാകിസ്ഥാൻ്റെ അടുത്തുണ്ട്, നമ്മുടെ അടുത്തില്ല. ഈ റഡാറില്ല നമ്മുടെ അടുത്ത്. അപ്പോൾ എവിടെ നിന്നാണ് പാകിസ്ഥാനികൾ ഫയർ ചെയ്ത് നമുക്കറിയില്ല. പക്ഷെ എന്തായാലും അപ്പോൾ അവർക്കും വിവരം കിട്ടുമല്ലോ ഇന്ത്യൻ ആർമി എന്താണ് ചെയ്യുന്നതെന്ന്. നമ്മൾ അടുത്ത 30 മിനിറ്റ് നേരം ഈ 3 ഫീച്ചറിൻ്റെ മീതെ തുടർച്ചയായിട്ട് ഫയർ ചെയ്തു. അതോട് കൂടിയിട്ട് പിന്നെ അവർ തൽക്കാലം സൈലൻ്റായി. ഇങ്ങനെയാണ് വാസ്തവത്തിൽ കാർഗിൽ യുദ്ധത്തിൻ്റെ തുടക്കം. ആദ്യത്തെ ഷോട്ടാണ് സാർ പറഞ്ഞത്, ആദ്യത്തെ നമ്മുടെ പ്രത്യേകത. അതായത് ഓപ്പറേഷൻ വിജയൻ്റെ ഫസ്റ്റ് പ്രത്യാഗ്രഹമായിരുന്നു 315 ഫീൽഡ് റെജിമെൻറ്റ് ഫയർ ചെയ്ത ഈ സാൽവോൾ. ഇറ്റ്സ് റെക്കോർഡ് എവരിവേ. അത് അതിനകത്തുണ്ട്. ഇവിടെ നിന്നാണ് ഈ യുദ്ധത്തിൻ്റെ തുടക്കം. പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ട് അപ്പോൾ അതിൻ്റെ പിറ്റേ ദിവസം ഞങ്ങൾ അവിടെ 15-ാം തീയതി എത്തിയില്ലേ. 15-ാം തീയതി ഞങ്ങളവിടെ എത്തി. അപ്പോൾ ഗൺസ് എത്തി കുറച്ച് കഴിയുമ്പോഴത്തേന് 1 നാഗ എന്ന് പറയുന്ന നാഗ ബറ്റാലിയൻ, അവർ വേലിയിലായിരുന്നു. അവർ 56 ബ്രിഗേഡിൻ്റെ അണ്ടറിലുള്ളൊരു ബറ്റാലിയനായിരുന്നു. അവർക്ക് ഓർഡർ കിട്ടിയിട്ടുണ്ടായിരുന്നു നിങ്ങൾ ദ്രാസിലേക്ക് മൂവ് ചെയ്യാനായിട്ട്. അങ്ങനെ ഇവർ നടന്നിട്ടാണ് വരുന്നത്. എവിടം വരെ അവർ വണ്ടിയിൽ വന്നുകൊണ്ടല്ലോ നമുക്കറിയില്ല. പക്ഷേ ഇവർ നടന്നിട്ടാണ് ഞങ്ങളുടെ അടുത്തെത്തിയത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി കിലോമീറ്റർ 142-ലായിരുന്നു. അപ്പോൾ അവരുടെ കമാൻഡിങ് ഓഫീസർ കേണൽ DA പാട്ടിൽ, അപ്പോൾ ഇവൻ എൻ്റെ അടുത്ത് വന്നു. അപ്പോൾ പാട്ടിൽ എന്നെക്കാൾ ഒരു വർഷം ജൂനിയറാണ്. അപ്പോൾ ഇവിടെ വന്നിട്ട് ഇവൻ എന്നോട് പറയുക, സാർ എന്നോട് പറഞ്ഞത് സാറിൻ്റെ ഒന്ന് റിപ്പോർട്ട് ചെയ്യാനാണ്. ഞാൻ പറഞ്ഞു എൻ്റെ അടുത്തൊന്ന് റിപ്പോർട്ട് ചെയ്യാനാണ്. ഞാൻ പറഞ്ഞു ആര് പറഞ്ഞു? അവൻ പറഞ്ഞു എനിക്ക് ഓർഡർ കിട്ടിയത് 56 ബ്രിഗേഡിൽ നിന്ന് ഓർഡർ കിട്ടിയത് കേണൽ സുബ്രഹ്മണ്യൻ അവിടെ ഉണ്ട്, കേണൽ സുബ്രഹ്മണ്യന് പോയിട്ട് റിപ്പോർട്ട് ചെയ്യാനാണ്. ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യും, എല്ലാവർക്കും ആദ്യം ഭക്ഷണം കൊടുക്കുക. ഇവർക്ക് ഭക്ഷണം കൊടുത്തതിന് ശേഷം ഞാൻ പാട്ടിലിനോട് വിവരം പറഞ്ഞു, നമുക്ക് അറിയുന്ന വിവരം പറഞ്ഞു, പാട്ടിൽ ഇതൊക്കെയാണ് സംഗതി എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു എന്തായാലും ശരി, നീ പോയിട്ട് കമാൻഡോ 121 ഇൻഫൻട്രി ബ്രിഗേഡിനെ കാണും. പക്ഷേ അദ്ദേഹത്തിൻ്റെ അടുത്ത് നിങ്ങൾക്ക് കാര്യമായിട്ടുള്ള ബ്രീഫിങ്ങോ പരിപാടിയോ ഒന്നും കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ എന്ത് സ്റ്റെപ്പ് ചെയ്യുമ്പോഴും ഞാൻ ഒന്നും കൂടെ പറയണു, വൈദ്യുതി ഞാൻ അവനോട് പറഞ്ഞു, നിങ്ങൾ എന്ത് ആക്ഷൻ എടുക്കുമ്പോഴും സ്വന്തം ബുദ്ധി ഉപയോഗിക്കുക. അയാൾ എന്തെങ്കിലും പറഞ്ഞെന്ന് വിചാരിച്ചിട്ട് പെട്ടെന്ന് മുന്നിലേക്ക് എടുത്ത് ചാടരുതെന്ന് പറഞ്ഞു. പിറ്റേ ദിവസം അപ്പോൾ ഇവർ ഭക്ഷണം കഴിച്ചിട്ട് ഇവർ പോയി. പിറ്റേ ദിവസം 8 സിഖ് വന്നു. ഈ 8 സിഖ് എന്ന് പറയുന്നത് ഒരു ഇൻഫൻട്രി ബറ്റാലിയനാണ്. അപ്പോൾ അതിൻ്റെ CO കേണൽ SP സിംഗ്, അപ്പോൾ അവർ വന്നു. അവർക്ക് നമ്മളിതുമാതിരി ഭക്ഷണം കൊടുത്തു. SP സിംഗിനോടും ഇതേ കാര്യം തന്നെ ഞാൻ പറഞ്ഞു. അപ്പോഴത്തേനും പിന്നെ 18 ഗ്രനേഡിയേഴ്സ് എന്ന് പറയുന്ന ബറ്റാലിയൻ തന്നെ അവിടേക്ക് ഇൻഡക്റ്റ് ചെയ്തു. അപ്പോൾ അവർ ഏത് റൂട്ടിൽ കൂടെ എപ്പോഴാണ് എത്തിയെന്നുള്ളത് എനിക്ക് ശരിയായിട്ടുള്ളൊരു വിവരമില്ല. 18 ഗ്രനേഡിയേഴ്സിനെ പറ്റി പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കാര്യം നമ്മുടെ ലഫ്റ്റനൻറ്റ് കേണൽ വിശ്വനാഥൻ 18 ഗ്രനേഡിയേഴ്സിലായിരുന്നു. വിശ്വനാഥനെ പറ്റിയിട്ട് ഞാൻ പിന്നീട് പറഞ്ഞു തരാം. അങ്ങനെ ഈ 3 ബറ്റാലിയൻസും അവിടെ എത്തി. ഇവരോട് ഈ 121 ഇൻഫൻട്രി ബ്രിഗേഡിലെ കമാൻഡർ പറഞ്ഞു, നിങ്ങൾ ഓരോരുത്തരും ഓരോ ഫീച്ചറിനെ അറ്റാക്ക് ചെയ്യാൻ പറഞ്ഞു. 8 സിഖിനോട് പറഞ്ഞു ടൈഗർ ഹിൽ അറ്റാക്ക് ചെയ്യും. 18 ഗ്രനേഡിയേഴ്സിനോട് പറഞ്ഞു നിങ്ങൾ ടോലോളിങ്ങിനെ അറ്റാക്ക് ചെയ്യും. അവിടെ തന്നെ വേറൊരു ഫീച്ചറുണ്ട് 5140. ഫസ്റ്റ് നാഗാനോട് പറഞ്ഞു നിങ്ങൾ അതിനെ അറ്റാക്ക് ചെയ്യും. അപ്പോൾ ഈ 5140 ആൻഡ് ഈ ടോലോളിങ്ങിന് കോണ്ടിഗ്യൂസ് ആയിട്ടുള്ള ഫീച്ചേഴ്സാണ്. അതിൻ്റെ ഞാൻ പിന്നീട് പറഞ്ഞുതരാം. അറ്റാക്ക് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ അവിടെ ആകെ കൂടെ അപ്പോഴത്തേന് 197 ഫീൽഡ് റെജിമെൻറ്റ് എന്ന് പറയുന്ന ആ ഫീൽഡ് റെജിമെൻറ്റ് എത്തി. അവരുടെ അടുത്തുള്ളത് ബോഫേഴ്സ് ഒന്നും എത്തിയിട്ടില്ല. അവരുടെ അടുത്തുള്ളത് 105 LFG ആണ്. 105 LFG ആ ഗണ്ണാണുള്ളത്. അപ്പോൾ 197 ഫീൽഡ് റെജിമെൻറ്റിൻ്റെ CO അലോക് ദേവ്. അപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു അഡ്വാൻറ്റേജ് ഉണ്ടായെന്ന് വെച്ചാൽ കാർഗിലുണ്ടായിരുന്ന എല്ലാ ആർട്ടിലറി കമാൻഡിങ് ഓഫീസേഴ്സും ഞങ്ങളെല്ലാവരും ഒരേ സമയത്ത് ഒരുമിച്ച് സ്കൂൾ ഓഫ് ആർട്ടിലറി ഇൻസ്ട്രക്ടേഴ്സായിരുന്നു. അപ്പോൾ ഇതിൽ 2-3 പേര് എൻ്റെ സ്റ്റുഡൻസാണ്. അവർ ചിലരുടെ എന്നെക്കാളും അപ്പോൾ അലോക് ദേവ് എൻ്റെ സീനിയർ ആയിരുന്നു. പക്ഷേ ഞാൻ ആദ്യം LGSക്ക് പോയി. അപ്പോൾ ഞങ്ങൾ തമ്മിലൊരു വല്ലാത്ത ഒരു സ്നേഹബന്ധം ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും അങ്ങോട്ടും പറഞ്ഞാൽ കേൾക്കും, അനുസരിക്കും, അങ്ങനെയാണ്. അപ്പോൾ ആകെ 2 ഫീൽഡ് റെജിമെൻറ്റ്സ്, 197 ഫീൽഡ് റെജിമെൻറ്റ്, 315 ഫീൽഡ് റെജിമെൻറ്റ്. അപ്പോൾ ഈ 2 റെജിമെൻറ്റ്, അപ്പോൾ 2 റെജിമെൻറ്റ് എടുത്തും കൂട്ടിയിട്ട് 6 ബാറ്ററീസേ ഉള്ളൂ. 3 ബറ്റാലിയൻസിനെ ഒരുമിച്ച് അറ്റാക്ക് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ഈ ബറ്റാലിയൻസും ഇവരെല്ലാം കൗണ്ടർ ഇൻസർജൻസി ഓപ്പറേഷൻസിലായിരുന്നു. വൈജത്ത് 9000 അടിയിൽ നിന്ന് മീതെ നമ്മൾക്ക് എന്തെങ്കിലും ഓപ്പറേഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് എക്ലൈമറ്റൈസേഷൻ ചെയ്യണം. എക്ലൈമറ്റൈസേഷൻ ചുരുങ്ങിയത് 5 മുതൽ 9 ദിവസമാണ്.
അപ്പോൾ നമ്മൾ ഓരോ ഹൈറ്റിന് പോകുമ്പോൾ 9,000 അടിയിൽ ആദ്യത്തെ ചെയ്യുക, പിന്നെ 12,000 അടിയിൽ ചെയ്യുക, പിന്നെ 14,000 അടിയിൽ, അങ്ങനെ സ്റ്റേജസിലാണ് ഈ അക്ലൈമറ്റൈസേഷൻ. ഇവർക്ക് എവിടെ, ഞങ്ങൾക്ക് എവിടെ അക്ലൈമറ്റൈസേഷൻ? ഒന്നിനും ഒരു സമയമില്ല. അക്ലൈമറ്റൈസേഷൻ ഒന്നുമില്ല. ഇവരോട് പറഞ്ഞു നിങ്ങൾ, കാരണം എന്നിട്ട് പറഞ്ഞു, എച്ചിലെ കമാൻഡർ പറഞ്ഞത് ഞാനിപ്പോൾ ഈയിടെയായിട്ട് കേൾക്കണ്ടായി, അവരോട് പറഞ്ഞു പോയിട്ട് നിങ്ങൾ അവിടെ ഒരു 4-5 ആൾക്കാരുണ്ടെന്ന് പറഞ്ഞാൽ അവർ ചെവി പിടിച്ചിങ്ങോട്ട് താഴോട്ട് കൊണ്ടുവരേണ്ട പറഞ്ഞു. ഇവർ അറ്റാക്ക് ചെയ്തു. നമ്മളെ കൊണ്ടാവുന്ന വിധത്തിൽ നമ്മൾ ഫയർ സപ്പോർട്ട് ചെയ്തു. അത് കോർഡിനേറ്റഡ് ഫയർ സപ്പോർട്ടൊന്നുമല്ല. ഈ ബറ്റാലിയൻ സ്ക്വാഡ് അറ്റാക്ക് ചെയ്ത് ആൻഡ് സഫേർഡ് മാസീവ് കാഷ്വാലിറ്റീസ്, ഭയങ്കരമായിട്ട് കാഷ്വാലിറ്റീസ് വെച്ചു. അത് കഴിഞ്ഞിട്ടപ്പോൾ 1 നാഗ ആൻഡ് 8 സിഖ് ദേ സഫേർഡ് ദ മോസ്റ്റ്. ഒരുപാട് കാഷ്വാലിറ്റീസ് ഉണ്ട്. ഓഫീസേഴ്സും ജവാന്മാരും ഒക്കെ കൊല്ലപ്പെട്ടു. കഴിഞ്ഞില്ല, വീണ്ടും പറഞ്ഞു നിങ്ങൾ വീണ്ടും അറ്റാക്ക് ചെയ്യും. വീണ്ടും അറ്റാക്ക് ചെയ്തു. അപ്പോഴും ഫെയിലായി. അപ്പോഴത്തേനും പിന്നെ ഹെഡ് ക്വാർട്ടർ 56 ഇൻഫൻട്രി ബ്രിഗേഡ് അവിടെ എത്തി. എന്നിട്ട് പിന്നെ ഒരു 22-ാം തീയതി, മെയ് 22-ാം തീയതി വീണ്ടും ഒരു അറ്റാക്ക് നടത്തി. ആ അറ്റാക്കും ദയനീയമായിട്ട് പരാജയപ്പെട്ടു. അപ്പോൾ അങ്ങനെ തുടക്കത്തിൽ വെറും റിവേഴ്സസ് മാത്രമാണ്. അപ്പോൾ ഒരു ഇൻഫൻട്രി ബറ്റാലിയൻ ഒരു 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 ഫീച്ചറിൻ്റെ മീതെ അറ്റാക്ക് ചെയ്യണമെങ്കിൽ അതിൽ കുറേ പ്രൊസീജിയേഴ്സ് ഉണ്ട്. അപ്പോൾ അതിന് നമ്മൾ ബാറ്റിൽ പ്രൊസീജിയേഴ്സ് എന്ന് പറയും. ആ പ്രൊസീജിയേഴ്സ് ചെയ്യണം. പിന്നെ ബാറ്റിൽ ഡ്രില്ലുകൾ എന്ന് പറയും. ബാറ്റിൽ ഡ്രില്ലുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മുടെ മീതെ ഫയർ ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ എങ്ങനെ നമ്മൾ ബിഹേവ് ചെയ്യണം എന്നുള്ളതാണ് ബാറ്റിൽ. പിന്നെ ഇപ്പോൾ നമ്മളിവിടെ ട്രൂപ്സ് ഇവിടെ പിൻ ഡൗൺ ആയെന്ന് വെച്ചാൽ അവർ, അപ്പോൾ ബാക്കിയുള്ള ട്രൂപ്സ് എങ്ങനെ പോകണം, അതിനൊക്കെ ഉള്ള ആ പ്രൊസീജിയേഴ്സിനാണ് നമ്മൾ ബാറ്റിൽ എന്ന് പറയുക. പിന്നെ നമ്മളുടെ വെപ്പൻസ് സീറോയിങ് ചെയ്യണം. സീറോയിങ് ചെയ്യുക എന്ന് പറയുന്നത് കണ്ടു കാണും ചിലപ്പോൾ. അതായത് ഇപ്പോൾ നമ്മൾ ഒരു പ്രത്യേക ഏരിയയിൽ പോയാൽ നമ്മുടെ വെപ്പൻസ് നമ്മൾ ചിലപ്പോൾ ഉപയോഗിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ ഇതിൻ്റെ സൈറ്റും പരിപാടിയൊക്കെ മൂവ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഈ സൈറ്റിനെയൊക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണം. നമ്മളൊരു ടാർഗറ്റിനെ എയിം ചെയ്തിട്ട് നമ്മളതിൻ്റെ സെൻറ്ററിലേക്കായിട്ട് ഫയർ ചെയ്യുമ്പോൾ, സെൻറ്ററിലേക്കാണല്ലോ, അപ്പോൾ ഒരു ആളെ ഫയർ ചെയ്യണമെങ്കിൽ ഹാർട്ടിനെയാണ് നമ്മൾ എയിം ചെയ്യുക. അപ്പോൾ ആ ഹാർട്ടിൽ തന്നെ കൊള്ളണം. പക്ഷേ സീറോയിങ് ചെയ്തിട്ടില്ലെങ്കിൽ ചിലപ്പോൾ റൗണ്ട് ഇടത്തോട്ട് പോകാം, വലത്തോട്ട് പോകാം, അങ്ങോട്ട് പോകാം, അങ്ങോട്ട് പോകാം. അപ്പോൾ സീറോയിങ് ചെയ്യണം. ഗ്രനേഡ്സ് പ്രൈം ചെയ്യണം. പിന്നെ ഈ റീഓർഗനൈസേഷൻ സ്റ്റോഴ്സ് എന്ന് പറഞ്ഞിട്ട് കുറേ സാധനമുണ്ട്. മെഡിക്കൽ സപ്ലൈസ്, പ്രത്യേകിച്ച് ആർക്കെങ്കിലും മുറിവോ പരിപാടിയൊക്കെ പറ്റിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ ഫസ്റ്റ് എയ്ഡൊക്കെ കൊടുക്കണ്ടേ, അതിനുള്ള അറേഞ്ച്മെൻറ്റ്സ് വേണം. ഇവരുടെ ഭക്ഷണത്തിൻ്റെ കാര്യങ്ങൾ നോക്കണം, വേണ്ടത്ര അമ്യൂണിഷൻ വേണം. ഇതൊന്നുമില്ലാതെയാണ് ഈ ആദ്യത്തെ അറ്റാക്കുകൾ മുഴുവൻ നടന്നത്. ഒബ്വിയസ്ലി ദേ ടേൺഡ് ഔട്ട് ടു ബി ഡിസാസ്റ്റർ. ഇതാണ് കാർഗിൽ യുദ്ധത്തിൻ്റെ ആദ്യ തുടക്കം.